നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യവും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തബരീഷ് പട്ടണം ഇസ്രായേൽ ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇന്ന് തന്നെ ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണ് എന്ന് പറയാം. നേരത്തെ അതിരാവിലെ നടത്തിയ ആക്രമണത്തിൽ 15ഓളം കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ വളരെ ആസൂത്രിതമായ ആക്രമണത്തിൽ ഇറാൻ അവരുടെ സൈനിക മേധാവികളെ ഹുസൈൻ സലേമി ഉൾപ്പെടുന്ന IRGCയുടെ നേതാക്കന്മാരെ നഷ്ടമായിരുന്നു. ഒപ്പം പ്രമുഖരായ ആണവ ശാസ്ത്രകാരന്മാരെ നഷ്ടമായിരുന്നു. അയത്തുള്ള അലി ഖംനൈ ഇറാന്റെ ആത്മീയ നേതാവിൻ്റെ ഉപദേഷ്ടാവിന് നഷ്ടമായിരുന്നു. അങ്ങനെ വലിയ ഒരു തിരിച്ചടിയാണ് ഇറാന് ഇസ്രായേൽ നൽകിയത്. തുടർന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഒപ്പം ഇസ്രായേലിൻ്റെ ഭീഷണി ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തു കഴിഞ്ഞു. ഇനി ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്ന പക്ഷം ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. ഇനി കൂടുതൽ ശക്തമായി ഇറാന്റെ സാങ്കേതിക ഇൻഫ്രാസ്ട്രക്ചറുകളെയും എണ്ണ കിണറുകളെയും ഒക്കെ ആക്രമിക്കും എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഭീഷണി ഉണ്ടായിരിക്കുന്ന അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും വളരെ ഭയാനകമായ തിരിച്ചടിയാണ് ഇറാന് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന ഒരു അവലോകന പ്രകാരം ഈ അടുത്ത ദിവസങ്ങളിൽ ഉക്രൈൻ റഷ്യയ്ക്കു നൽകിയ അവരുടെ വ്യോമ കേന്ദ്രങ്ങൾക്കു നൽകിയ തിരിച്ചടിയുടെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകേണ്ടത്. കാരണം ഇറാനകത്ത് നേരത്തെ തന്നെ കടന്നു കയറി ഇറാന്റെ ആണവ റിയാക്ടറുകൾക്കും അതുപോലെ സൈനിക താവളങ്ങൾക്കും അടുത്ത് ഒരു ഡ്രോൺ കേന്ദ്രം ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ടാകാം. ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, അതായത് S-300, S-400 മുതലായ റഷ്യയുടെ ഏറ്റവും വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആ ഡ്രോൺ കേന്ദ്രത്തിൽ നിന്ന് ഡ്രോൺ വഴി ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ടാകാം. അതിനുശേഷമാണ് ഇറാനിലേക്ക് ഇസ്രായേൽ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ വഴി ആക്രമണം നടത്തിയത് എന്നൊരു നിഗമനത്തിലാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർന്ന ഒരവസ്ഥയിൽ ഇറാൻ എത്രത്തോളം തിരിച്ചടിക്കുവാൻ കഴിയും? കാരണം അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും ഇസ്രായേൽ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു, ഇനി നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ വളരെ ശക്തമായി നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയും ഒപ്പം എണ്ണക്കിണറുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ച് ബങ്കറുകൾ തന്നെ കഴിയുവാൻ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. മാത്രമല്ല ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരോട് ഏത് അടിയന്തര അവസ്ഥയും അതിജീവിക്കുവാൻ തക്കവണ്ണം ശക്തരായിരിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇസ്രായേലി ജനതയോട് ഹോസ്പിറ്റലുകളിൽ പോകുന്നത് പരമാവധി കുറയ്ക്കണം. കാരണം ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ അവിടെ പരിക്കേറ്റ ആളുകൾ വരുന്നതിന് സാധ്യതകളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. പരമാവധി ബങ്കറുകളിൽ തന്നെ കഴിയുവാൻ ഇസ്രായേലിലെ ജനങ്ങളോട് ഇസ്രായേലി പ്രധാനമന്ത്രിയും ഒപ്പം പ്രതിരോധ മന്ത്രിയും ആവശ്യപ്പെടുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. അതായത് ഇസ്രായേൽ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ വാർത്തകൾ പുറത്തു വരികയാണ്. മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നു, തങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിന്ന ഭീഷണി ഒഴിപ്പിക്കുക, അതാണ് ലക്ഷ്യം. ഒപ്പം ഇറാൻ വലിയ പ്രഹരമേൽപ്പിക്കുവാൻ കഴിവുള്ള രാജ്യമാണ് ഇസ്രായേലിന്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളോട് കരുതിയിരിക്കുക എന്നൊരു നിർദ്ദേശവും ഇസ്രായേലി പ്രധാനമന്ത്രി നൽകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം ഇസ്രായേലി പ്രതിരോധ മന്ത്രി അദ്ദേഹം ഇപ്പോൾ ബങ്കറുകൾക്കുള്ളിൽ നിന്നാണ് സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നത് എന്ന വാർത്തയും പുറത്തു വരികയാണ്. നമ്മൾ ഈ വാർത്ത കൂട്ടിയോജിക്കുമ്പോൾ ഇറാനിലെ ഈ പട്ടാള മേധാവികൾ, സൈനിക മേധാവികളൊക്കെ അവരുടെ ഫ്ളാറ്റുകളിൽ സുരക്ഷിതമായിരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായി കൊല ചെയ്യപ്പെട്ടത്. പക്ഷെ ഇത്രയും സുരക്ഷിതമാകുന്ന ഒരു സ്ഥലത്തേക്ക് അവർക്ക് മാറുവാൻ ശ്രമമുണ്ടായില്ല എന്ന രീതിയിൽ വലിയ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കാരണം ഈ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ ഇന്റലിജൻസും റഷ്യൻ ഇന്റലിജൻസും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറപ്പെടുവിച്ചിരുന്നതാണ്. ആ സമയത്തും ഇറാന്റെ സൈനിക മേധാവികൾ തങ്ങളുടെ സൈനിക ഫ്ളാറ്റുകളിൽ വിശ്രമത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം മുൻകരുതൽ ആ രാജ്യം തങ്ങളുടെ സൈനിക മേധാവികൾക്ക് നൽകിയിരുന്നു എന്നൊരു വലിയ ചർച്ചയും അന്തർദേശീയ മാധ്യമങ്ങളിലേക്ക് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. എന്തായാലും ഇസ്രായേലിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം, അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്, വിമാനം ബെൻഗൂരിയൻ എയർപോർട്ടിൽ നിന്ന് മാറ്റി എന്ന വാർത്ത പുറത്തു വരികയാണ്. അത് കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രായേൽ അവരുടെ റിസർവ് പട്ടാളത്തിലുള്ള സൈന്യത്തോട് ഇത്രയും പെട്ടെന്ന് പട്ടാളത്തിൽ തിരിച്ചെത്തുവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന ഒരു വാർത്തയും പുറത്തു വരികയാണ്. ഒപ്പം ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വരുന്നു. ഇസ്രായേലി ജനതയെയും
ജൂതരാഷ്ട്രത്തെയും ഇസ്രായേലിനെയും സംബന്ധിച്ചത് നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് എന്നൊരു പ്രഖ്യാപനം ഇസ്രായേലി ഗഡ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് ഈ അവസരത്തിൽ ചേർത്ത് വാക്കേണ്ട കാര്യമാണ്. അതായത് ഇസ്രായേൽ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ തകർത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ശക്തമായ ആക്രമണങ്ങൾ തങ്ങൾക്ക് നടത്തുവാൻ കഴിയുമെന്ന ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനഈ അദ്ദേഹം ദൈവം സാക്ഷിയായി തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകുവാൻ തങ്ങൾ കഴിയുമെന്ന്. എന്തായാലും ഇരു രാജ്യങ്ങളും പരസ്പരം വാഗ്വാദങ്ങളും അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം അത് രൂക്ഷിതമാകുന്നു എന്ന് തന്നെയാണ് വാർത്താമാധ്യമങ്ങൾ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവലോകനം. തൽക്കാലം ഈ വീഡിയോ വിടാവാങ്ങണം. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.